നമസ്കാരം. നെഹ്റു ഫാമിലി ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് കുടുംബാധിപത്യത്തിൻ്റെ പേരിലാണ്. അതിനൊരു പ്രധാന കാരണം സ്വതന്ത്ര ഭാരതത്തിൻ്റെ 75 വർഷത്തെ ചരിത്രമെടുത്താൽ അതിൽ 39 കൊല്ലവും പ്രധാനമന്ത്രി ഒരു കുടുംബത്തിൽ നിന്നാണ്, നെഹ്റു കുടുംബത്തിൽ നിന്ന്. നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബാധിപത്യ പ്രവണതകൾ ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമല്ല. മോട്ടിലാൽ നെഹ്റുവിൻ്റെ കാലത്തെ ഈ പ്രവണതകൾ പ്രകടമായിരുന്നു. നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബാധിപത്യ പ്രവണതകളുടെ 2 ഉദാഹരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തേത് 1929 നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റാക്കുവാൻ മോട്ടിലാൽ മഹാത്മാഗാന്ധിയോട് നടത്തുന്ന ശുപാർശയാണ്. 1928 ഡിസംബറിൽ കൽക്കട്ടയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് മോട്ടിലാൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് അദ്ദേഹത്തിന്റെ 2ാമത്തെ ടേമായിരുന്നു കോൺഗ്രസ് അധ്യക്ഷനായിട്ട്. 1919-20 കാലഘട്ടത്തിൽ മോട്ടിലാൽ തന്നെയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ. കൽക്കട്ട സമ്മേളനം നടക്കുന്നതിന് 6 മാസം മുൻപ്, അതായത് ജൂണിൽ, മഹാത്മാഗാന്ധി മോട്ടിലാലിന് അയച്ച ഒരു കത്തുണ്ട്. കൽക്കട്ട സമ്മേളനത്തിൽ മോട്ടിലാൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണം എന്ന മഹാത്മാഗാന്ധിയുടെ ആഗ്രഹമായിരുന്നു അദ്ദേഹം അതിൽ പ്രകടിപ്പിച്ചത്. മോട്ടിലാൽ മഹാത്മാഗാന്ധിക്ക് അയച്ച മറുപടിയിൽ പറയുന്നത് സർദാർ പട്ടേലാണ് ഇപ്പോഴത്തെ ഹീറോ, അതുകൊണ്ട് അദ്ദേഹത്തിനെയാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഏതെങ്കിലും കാരണവശാൽ പട്ടേൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ പിന്നെ ഏറ്റവും ഉചിതനായ വ്യക്തി നെഹ്റുവാണ്. ഇതായിരുന്നു മോട്ടിലാൽ തന്റെ പുത്രനായ നെഹ്റുവിന് വേണ്ടി നടത്തിയ ആദ്യത്തെ റെക്കമെൻഡേഷൻ. അതേ കത്തിൽ തന്നെ മോട്ടിലാൽ ഗാന്ധിജിയോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിതാണ്, നമ്മളുടെ തലമുറ പ്രായമായി, അധികം താമസിയാതെ തന്നെ നെഹ്റു ടൈപ്പ്, അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്, ഇൻ കോട്ട്സ്, നെഹ്റു ടൈപ്പ്, നെഹ്റുവിനെ പോലെയുള്ള യുവാക്കൾ വേണം ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നെഹ്റുവിന്റെ നാമനിർദ്ദേശം മഹാത്മാഗാന്ധിയുടെ മനസ്സിലേക്ക് തള്ളിവിടുകയാണ്. പിന്നീട് നാം കാണുന്നത് 1929 നെഹ്റുവിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചു. 1930-ലും 36-ലും 46-ലും ആകെ 4 പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷനായി നെഹ്റു നിർദ്ദേശിക്കപ്പെട്ടു. കുടുംബാധിപത്യത്തിന്റെ ആദ്യ പ്രവണത നെഹ്റു ഫാമിലിയിൽ നാം കാണുന്നത് ഈ സംഭവത്തോടു കൂടിയാണ്. നെഹ്റു കുടുംബത്തിലെ കുടുംബാധിപത്യ പ്രവണത പിന്നീട് നാം കാണുന്നത് 1937 പ്രൊവിൻഷ്യൽ ഇലക്ഷൻ കാലഘട്ടത്തിലാണ്. 37 പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് യുണൈറ്റഡ് പ്രോവിൻസിൽ അധികാരത്തിലെത്തിയത്. ഗോവിന്ദ് ഭല്ലഭ് പന്ത് ചീഫ് മിനിസ്റ്ററായി കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടക്കുന്ന വേളയിൽ നെഹ്റുവിന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന് റഫീഖ് അഹമ്മദ് ഖിദ്വായി എന്ന ഒരു കോൺഗ്രസ് നേതാവ് നെഹ്റുവിനോട് നിർദ്ദേശിച്ചു. രണ്ടാമതൊന്നും ആലോചിക്കാതെ നെഹ്റു അത് അംഗീകരിച്ചു കൊടുത്തു. വിജയലക്ഷ്മി പണ്ഡിറ്റ് UP മന്ത്രിസഭയിൽ മന്ത്രിയായി. ഇപ്രകാരം ഒരു പ്രവണത പിന്നീട് നാം കാണുന്നത് 1946-ലാണ്. 46-ലെ ഇടക്കാല മന്ത്രിസഭയിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും അംഗമായിരുന്നു. നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്നു മുസ്ലിം ലീഗിലെ ലിയാഖത്ത് അലി ഖാൻ. മന്ത്രിസഭാ തലവനായ നെഹ്റു തന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ മോസ്കോയിലെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി നിയമിച്ചു. ഇതിനെതിരെ ലിയാഖത്ത് അലി ഖാൻ വളരെ ശക്തമായി പ്രതികരിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച അസംഖ്യം ദേശീയ നേതാക്കൾ നമുക്കുണ്ടായിരുന്നു. അവരിൽ ആരും തന്നെ ഇപ്രകാരം ഒരു പ്രവണത കാണുവാൻ നമുക്ക് സാധിക്കില്ല. സ്വജീവിതത്തിലെ പ്രയോറിറ്റീസ് അല്ലെങ്കിൽ മുൻഗണനകൾ ക്രമരൂപത്തിൽ എഴുതുവാൻ അവരോട് ആവശ്യപ്പെട്ടാൽ അവരെഴുതുന്ന ലിസ്റ്റിലെ ആദ്യത്തെ ഐറ്റം രാഷ്ട്രമായിരിക്കും. സ്വയമോ സ്വന്തം കുട്ടികളോ അവസാനത്തെ ഐറ്റമായി പോലും ഒരുപക്ഷെ അവരുടെ ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെടില്ല. അതുകൊണ്ടാണ് അവരെല്ലാം നെഹ്റുവിൽ നിന്നും വ്യത്യസ്തനാവുന്നത്. നെഹ്റുവിന്റെ മറ്റൊരു ബ്ലണ്ടറുമായി അടുത്ത ആഴ്ച കാണുന്നതിന് വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.